ഹായ് കുട്ടീസ്, ഇതിൻ്റെ മക്കളൊക്കെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മൾ മാത്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വരകൾ രൂപങ്ങൾ എന്നുള്ള ചാപ്റ്റർ നിങ്ങളിപ്പോൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. സോ ആ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് ഒരുപാട് ഷേപ്പുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ടല്ലേ. അപ്പോൾ ആ ചാപ്റ്ററിൽ പഠിക്കുന്ന ഷേപ്പുകളാണ് ജസ്റ്റ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ബോർഡിൽ കാണുന്നുണ്ടായിരിക്കുക. ഈ 4 ഷേപ്പുകളും നിങ്ങൾക്ക് അറിയുന്നത് തന്നെയായിരിക്കും. അതിൻ്റെ പേരുകളും നിങ്ങൾ ചിലപ്പം ചില ഷേപ്പിൻ്റെ പേരുകളൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും അല്ലേ. സോ ആദ്യത്തെ ഷേപ്പ് ഒന്ന് നോക്കിക്കേടാ, നമ്മൾ ബർത്ത്ഡേക്കൊക്കെ ക്യാപ്പ് വെക്കുന്ന പോലെ തന്നെയുള്ളൊരു ഷേപ്പാണിത്. പക്ഷേ അവിടെ ഒരു വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ബേസ് സെക്ഷൻ ക്ലോസ്ഡ് ആയിരിക്കും. സോ ഈ ഒരു ഷേപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺ അല്ലെങ്കിൽ വൃത്തസ്തൂപിക എന്നാണ് പറയുക. സോ ആദ്യത്തെ ഷേപ്പ് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഐസ്ക്രീമിലെ കോൺ ഐസ്ക്രീമിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എക്സാമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഷേപ്പ് തന്നെയാണ്. ദെൻ സെക്കൻഡ് നിങ്ങൾ കാണുന്ന ഷേപ്പാണ് ക്യൂബ് അല്ലെങ്കിൽ സമചതുരക്കട്ട എന്ന് പറയും. സോ ഈ ഒരു സമചതുരക്കട്ടയ്ക്ക് എക്സാമ്പിളായിട്ട് പറയുന്നതാണ് ഇപ്പം റുബിക്സ് ക്യൂബ്. ഒക്കെ എൻ്റെ കയ്യിലുള്ളതും സമചതുരക്കട്ടയ്ക്ക് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഗറാണ് ഈ ഒരു ഷേപ്പ്. അപ്പോൾ ഇത് റുബിക്സ് ക്യൂബ് അല്ലെങ്കിൽ നിങ്ങൾ ലുഡോ ഒക്കെ കളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡേയ്സ് അതൊക്കെ എന്താണ് നമ്മളെ സമചതുരക്കട്ട അല്ലെങ്കിൽ ക്യൂബിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ്. ദെൻ തേർഡ് ഫിഗറായിട്ട് നിങ്ങൾ ബോർഡിൽ കാണുന്നതാണ് നമ്മളുടെ ചതുരക്കട്ട അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ബ്ലോക്ക്. അപ്പോൾ റെക്റ്റാങ്കിൾ ബ്ലോക്കിന് എക്സാമ്പിളായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഒരു സോപ്പ് പറയാം, അല്ലെങ്കിൽ ബോക്സ് പറയാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റെക്റ്റാങ്കിൾ ബ്ലോക്കിനും എക്സാമ്പിളായിട്ട് വരുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് വരുന്ന ആളാണ് സ്പിയർ അല്ലെങ്കിൽ ഗോളം. അപ്പോൾ ഇതിന് നമുക്ക് ഏറ്റവും കൂടുതൽ എക്സാമ്പിൾ നിങ്ങളുടെ ക്രിക്കറ്റ് ബോളോ അല്ലെങ്കിൽ ഫുട്ബോളോ ഏത് വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ ബബിൾസ് പറയാം, അതുപോലെ തന്നെ പ്ലാനറ്റ്സ് പറയാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ സ്പിയറിനും എക്സാമ്പിളായിട്ട് വരുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ചാപ്റ്റേഴ്സുകൾ മാത്രമല്ല, നമ്മളെ മാത്സിൽ ഇനിയും ഒരുപാട് ചാപ്റ്റേഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചാപ്റ്റേഴ്സൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ നമ്മുടെ സൈലം എൻ്റെ കുട്ടികൾക്ക് ഒരുക്കുന്ന ബാച്ചാണ് നമ്മുടെ പ്രാണ ബാച്ച്. അപ്പോൾ പ്രാണ ബാച്ചിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേരളത്തിലെ ബെസ്റ്റ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സിൻ്റെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് ഒക്കെ നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ്. അതുമാത്രമല്ല ഓരോ ചാപ്റ്റേഴ്സുകൾ പഠിച്ചു വരുമ്പോൾ ഇത് മാത്സിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാ സബ്ജക്റ്റിലും എൻ്റെ കുട്ടികൾക്ക് ഡൗട്ടുകൾ ഉണ്ടായിരിക്കാം. അതിൻ്റെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസുകളും ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പം അതിൻ്റെ യൂണിറ്റ് ടെസ്റ്റുകളും റിവിഷൻ ക്ലാസ്സുകളും ഒക്കെ നമ്മളെ ബാച്ചിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഒരു വർഷത്തേക്ക് ഏറ്റവും ചെറിയൊരു എമൗണ്ട് മാത്രമേ നമ്മളെ പ്രാണ ബാച്ചിനുള്ളൂ. സോ ആരെങ്കിലും നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഇനി നമുക്ക് പ്രാണ ബാച്ചിൽ വെച്ച് അടിപൊളിയായിട്ട് ഈ ഒരു അക്കാദമിക് ഇയർ കളർഫുൾ ആക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും സൈലത്തിൻ്റെ കൂടെ LSS എക്സാമും അതുപോലെ തന്നെ 4th സ്റ്റാൻഡേർഡിലെ ആനുവൽ എക്സാമും കളർഫുൾ ആക്കിയിട്ട് തീർക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രാണ ബാച്ചിൽ വെച്ച് കാണാം. ബൈ ബൈ.